A very good morning to all and welcome back to my YouTube channel. വെൽക്കം ടു എപ്പിസോഡ് 4 ഓഫ് അവർ മിഷിഗൻ ട്രിപ്പ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ മിഷിഗനിൽ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രി. അപ്പോൾ ഇന്നലെ രാത്രി പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വേറെ റൂമൊന്നും കാണിച്ചിട്ടില്ല. ഇതായിരുന്നു നമ്മുടെ റൂം. നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. വിൻഡോ സൈഡിലൊക്കെ ആയിട്ട് നല്ല വ്യൂ ആയിരുന്നു. മൈക്രോടെൽ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി പിന്നെ നമ്മൾ എത്തുമ്പോൾ തന്നെ ലേറ്റായി. ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയൊരു ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇന്നിവിടെ കുറേ കവർ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ മോർണിംഗ് തന്നെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ റൂം എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് റൂം ടൂറ്. ഇനി നമുക്ക് പോവാം. മോർണിംഗ് നമ്മൾ വിടുന്നുണ്ട് ഗൈസ്. റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ ഇപ്പോൾ നമ്മൾ താഴെ എത്തി. നമ്മളിപ്പോൾ ഉള്ള ഈ സിറ്റീൻ്റെ പേര് ഡെട്രോയിറ്റ് എന്നാണ്. ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലെ ലാർജസ്റ്റ് സ്റ്റേഡിയമായ ദ ബിഗ് ഹൗസ് എന്നറിയപ്പെടുന്ന മിഷിഗൻ സ്റ്റേഡിയമാണ് ഗൈസ് ഈ കാണുന്നത്. ലോകത്തിൽ വെച്ച് 3ാമത്തെ ലാർജസ്റ്റ് സ്റ്റേഡിയമാണിത്. സ്പോർട്സിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഈ മിഷിഗൻ. പിന്നെ ഈ ഡെട്രോയിറ്റ് സിറ്റിയും അങ്ങനെയാണ്. 4 മേജർ സ്പോർട്സിൽ പെടുന്ന ബേസ്ബോൾ, ബാസ്കറ്റ്ബോൾ, ഹോക്കി, ഫുട്ബോൾ ഇതിലൊക്കെ പ്രൊഫഷണൽ ടീംസ് ഉള്ള ഒരു സിറ്റിയാണ് ഈ ഡെട്രോയിറ്റ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ദ ലയൺസ്, ടൈഗേഴ്സ്, റെഡ് വിങ്സ്, പിസ്റ്റൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഫഷണൽ ടീംസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡെട്രോയിറ്റ് റിവറിൻ്റെ തീരത്തുള്ള മിഷിഗനിലെ ബിഗ്ഗസ്റ്റ് ആൻഡ് വൈബ്രൻറ്റ് സിറ്റിയായ ഡെട്രോയിറ്റ് സിറ്റിയിലൂടെയാണ്. മോട്ടോർ സിറ്റി എന്നറിയപ്പെടുന്ന ഈ ഡെട്രോയിറ്റ് സിറ്റി മിഷിഗനിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഹിസ്റ്റോറിക് സിറ്റീസിൽ പെടുന്ന ഒന്നാണ്. പിന്നെ ഈ സിറ്റീൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാനഡ അടുത്തായിട്ടുള്ള US-ലെ ഒരു മേജർ സിറ്റി ഇത് മാത്രമാണ്. അതായത് ആക്ച്വലി നമ്മൾ ഈ ഡെട്രോയിറ്റ് വിൻസർ ടണലിലൂടെ സൗത്തിലേക്ക് ഡ്രൈവ് ചെയ്താൽ 5 to 10 മിനിറ്റ്സിൽ നമ്മൾ കാനഡ എത്തി. മോട്ടൗൺ സൗണ്ട്, ടെക്നോ മ്യൂസിക്, പിന്നെ അമേരിക്കൻ ഓട്ടോ ഇൻഡസ്ട്രി അതായത് വാഹന വ്യവസായത്തിൻ്റെയൊക്കെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഈ ഡെട്രോയിറ്റ് സിറ്റിയാണ്. പിന്നെ ഫോർഡ് ഇന്നൊവേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് ഹിസ്റ്ററിൻ്റെയൊക്കെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. ഇൻഡസ്ട്രി, സയൻസ് ആൻഡ് കൾച്ചർ അതിൻ്റെയൊക്കെ ഒരു സംഗമ ഭൂമി തന്നെയാണിത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മിഷിഗനിലെ ലാർജസ്റ്റ് അക്വേറിയമായ സീ ലൈഫിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ലേക്സ് ക്രോസിംഗ് ഔട്ട്ലെറ്റ്സിൻ്റെ അകത്താണ് ഇതുള്ളത്. അത് മിഷിഗനിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഔട്ട്ലെറ്റ് മോളാണത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തന്നെയാണിത്. അപ്പോൾ ഇത് മിഷിഗനിലെ ലാർജസ്റ്റ് ഇൻഡോർ ഔട്ട്ലെറ്റ് ഷോപ്പിംഗ് സെൻറ്ററാണ്. ഇതിനകത്ത് ഏകദേശം 185ഓളം ഷോപ്സും കാര്യങ്ങളും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ഗൈസ് സീ ലൈഫ് അക്വേറിയം. ഇപ്പോൾ ഇവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. മിഷിഗനിലെ ലാർജസ്റ്റ് അക്വേറിയമായ ഇവിടെ ഏകദേശം 5000 സീ ക്രിയേച്ചേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്.
അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. മൊത്തം കവർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം കവർ ചെയ്യും തന്നെയാണ് വിചാരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ മെയിൻലി ഫാമിലീസ് ആൻഡ് കിഡ്സാണ് അധികം ഉണ്ടാവുന്നത്. അപ്പോൾ ഫാമിലീസ് ആൻഡ് കിഡ്സിനൊരു ഗ്രേറ്റ് സ്പോട്ട് തന്നെയാണിത്. കാരണം ഇതിനകത്ത് ഇങ്ങനെ ക്രിയേച്ചേഴ്സിനെ കാണുന്നത് മാത്രമല്ല, ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ഏകദേശം 20 തീംഡ് എക്സിബിറ്റ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മുടെ ബർത്ത്ഡേ മന്ത് വെച്ചിട്ടൊരു ഫൺ ആക്ടിവിറ്റി പോലെ ഉണ്ടായിരുന്നു. ഞാൻ സീ ആണ്, ഹീസ് ഷോർ. ഞങ്ങൾ കടലും കരയുമാണ് രണ്ടാളും. അപ്പം നിങ്ങളുടെയൊക്കെ എന്താണ് ഇതിനകത്ത് നോക്കി കമൻറ്റ് ചെയ്യൂ കേട്ടോ. Yeah, it's up. Wait, hold on. It's up. So when you're touching the animals in here, just 1 or 2 fingers at a time and gentle touches. These guys are very soft, so we just need to make sure we're being gentle. This is the worst they will do to you, is stick on. Yeah. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഇൻട്രാക്റ്റീവ് ടച്ച് പൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്രിയേച്ചേഴ്സിനെ തൊട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിൽ സീ ആനിമോൺസിൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഇത് ശരിക്കും നമുക്കൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് ശരിക്കും അതിനെ തൊട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിനെ നമ്മൾ സോഫ്റ്റ്ലി ആൻഡ് ജെൻ്റ്ലി വേണം തൊടാനായിട്ട്. ഇത് ശരിക്കും എന്താ പറയുക, ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്രിയേച്ചേഴ്സ് തന്നെയായിരുന്നു.
ജെല്ലി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് നമ്മൾ തൊടുന്നതിന് മുന്നേ ആയിട്ട് കൈ സോപ്പിട്ട് കഴുകിയിട്ട് വേണം തൊടാനായിട്ട്. അതിന് ശേഷവും നമ്മൾ കഴുകണം. Look at that. Be careful, please. Parasites, gotta keep him in quarantine for a little bit. Yeah, dude. Seems like she went okay after that. You guys have a great rest of the day. That's actually the reason why this is the only tank that
ഇതാണ് 180 ഓഷ്യൻ ടണൽ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഓഷ്യൻ വേൾഡിനകത്ത് നിൽക്കുന്ന ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു സ്പോട്ട് ഈ അക്വേറിയത്തിനകത്തുള്ള ഒരു മെയിൻ അട്രാക്ഷനാണ്. ഇതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് പിന്നെ ടേർട്ടിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. Look, it's a shark! Right up top! Look, way high! Look up! Look up! Wow! Hi, shark! Shark. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ നമുക്ക് അക്വേറിയം തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം, മാഗ്നറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ വന്നിട്ട് പിന്നെ ഈ റെയിൻ ഫോറസ്റ്റ് കഫേയിൽ കയറിയിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ ശരിക്കും ഇതൊരു ഡൈനിങ് ഇൻസൈഡ് ജംഗിൾ ടൈപ്പ് ഫീലാണ്. അതായത് ഒരു കാടിനകത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ റെയിനും ആനിമൽസിൻ്റെ സൗണ്ട്സ് ഒക്കെ ആയിട്ട് ശരിക്കും ഒരു ഫോറസ്റ്റ് വൈബ് തന്നെയാണ് ഇതിനകത്ത്. കിഡ്സിൻ്റെയും ടൂറിസ്റ്റിൻ്റെയൊക്കെ ഒരു പോപ്പുലർ സ്പോട്ടാണിത്.
അപ്പോൾ ശരി ഗൈസ്, ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ. നമുക്ക് ഇനിയും കുറച്ച് സ്ഥലങ്ങൾ കൂടി മിഷിഗനിൽ കവർ ചെയ്യാൻ ബാക്കിയുണ്ട്. നമുക്ക് ഇന്നലെ തിരിച്ചു പോവുകയും വേണം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ബാക്കി മിഷിഗൻ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ.